ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ മക്കളെല്ലാവരും എക്സാമിന് റെഡി ആയില്ലേ? എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എക്സാമിന് ഉയർന്ന വിജയം തന്നെ ഉണ്ടാവും. നന്നായിട്ട് പഠിക്കുക, കൺഫ്യൂഷനൊന്നും ഇല്ലാതെ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി വായിച്ച് എഴുതുക കേട്ടോ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മക്കളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് മലയാളം. താഴെ നൽകിയിരിക്കുന്നവയിൽ ഒരേപോലെ ചേർത്തെഴുതാവുന്ന കൂട്ടമേത്? ബി കുത്തി പ്ലസ് കുതറുക, ചുറ്റി പ്ലസ് തിരിയുക. സി വേനൽ പ്ലസ് കാലം, തീവണ്ടി പ്ലസ് പാത. ആൻസർ ബിയും സിയുമാണ്. ഓപ്ഷൻ ഡി. 2 കണ്ണിരുട്ടുകൾ മാറുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ആൻസർ ബി ആണ്. വിഷമങ്ങളും ആപത്തുകളും ഇല്ലാതാവുക. 3 കൂട്ടത്തിൽപ്പെടാത്ത വാക്യമേത്? ഓപ്ഷൻ ഒന്ന് വായിക്കാല്ലേ. എ അയാളുടെ വാക്കുകൾ കുളിർ മഴയായി അവന് തോന്നി. ബി അവളുടെ വാക്കുകൾ അവൻ്റെ മനസ്സിൽ പുതുപൂക്കൾ വിടർത്തി. സി ചേച്ചിയുടെ വാക്കുകൾ അമ്മയുടെ മനസ്സിൽ കൂരമ്പ് പോലെ തറച്ചു. ഡി ടീച്ചറുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ പ്രതീക്ഷയുടെ ചിറകുമുളച്ചു. കൂട്ടത്തിൽപ്പെടാത്തതാ ചോദിച്ചിട്ടുള്ളത് അല്ലേ? ആൻസർ സി ആണ്. ചോദ്യങ്ങളും ആൻസറൊക്കെ ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. 4 താഴെ നൽകിയിരിക്കുന്നവയിൽ അകാരാദി ക്രമത്തിൽ എഴുതിയ കൂട്ടമേത്? എ ഇളങ്കാറ്റ്, കള്ളം, കാനനം, സമാധാനം. ബി അമ്പിളി, ചാമരം, ഉറുമ്പ്, പമ്പരം. സി താമര, തിരുവോണം, ശക്തി, ഷഡ്പദം. ഡി കടൽ, കപ്പൽ, കാട്, കിളി. ഓപ്ഷൻ ആൻസർ സി. എയും സിയും ഡിയും ശരി. 5 മാതൃക പോലെ താഴെ നൽകിയ വാക്കിനെ മാറ്റി എഴുതിയാൽ? മാതൃക മാതാപിതാക്കൾ, മാതാവും പിതാവും. സ്വർണ്ണച്ചിലങ്ക എങ്ങനെ എഴുതാം? സ്വർണം കൊണ്ടുള്ള ചിലങ്ക. ആൻസർ ബി ആണ്. താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയായ വാക്യമേത്? മിന്നിത്തിളങ്ങുന്ന ആകാശത്ത് നക്ഷത്രങ്ങളെ കാണാം. ബി ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കാണാം. സി മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ ആകാശത്തെ കാണാം. ആകാശത്ത് നക്ഷത്രങ്ങളെ മിന്നിത്തിളങ്ങുന്നത്. ആൻസർ ബി ആണ്. ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കാണാം. 7 ശരിയായ ജോഡി ഏത്? എ സുരേന്ദ്രൻ, കാടങ്കോട്, കുഞ്ഞുണ്ണിയുടെ മീൻ കുഞ്ഞുങ്ങൾ. ഇത് ശരിയാണല്ലേ. ബി ഷിഫാന ഷെറി, കള്ളം. ഇതും ശരിയാണ്. ഗീതാഞ്ജലി, പാവയൂണ്. അത് ശരിയല്ല. വീരാൻകുട്ടി, ഇനിയുള്ള ദിവസങ്ങൾ. അത് ശരിയാണ്. ആൻസർ ഡി ആണ്. എയും ബിയും ഡിയും ശരിയാണ്. കൃതികൾ മക്കൾ ഓർത്ത് വെക്കണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 8 റിലേ മത്സരത്തോടെ കായികമേളക്ക് കൊടിയിറങ്ങി. അടിവരയിട്ട പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ആൻസർ ബി ആണ്. കായികമേള അവസാനിച്ചു. 9 ശരിയായ ജോഡി ഏത്? എ കാനനം, ഭൂമി. അത് ശരിയല്ല. കാനനം എന്നാൽ കാട്. ബി ദീനൻ, വിഷമിച്ചവൻ. അത് ശരിയാണ്. സി അന്തി, പക്ഷി. അത് ശരിയല്ല. അന്തി എന്നാൽ രാത്രി അല്ലെങ്കിൽ സന്ധ്യ എന്ന് പറയും. സായാഹ്നം, പ്രഭാതം. സായാഹ്നം വൈകുന്നേരമാണ്, പ്രഭാതം രാവിലെ. അതും തെറ്റാണ്. ആൻസർ ബി ആണ്. ദീനൻ, വിഷമിച്ചവൻ. 10 താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ചെറുശ്ശേരിയുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? എ ആധുനിക കവിയത്രങ്ങളിൽ ഉൾപ്പെടുന്നു. അത് ശരിയല്ല. പ്രാചീന കവിയത്രങ്ങളിൽ പെട്ടതാണ് ചെറുശ്ശേരി. പ്രാചീന കവിയത്രങ്ങൾ ആരൊക്കെയാണ്? തുഞ്ചൻ, കുഞ്ചൻ, ചെറുശ്ശേരി. ആധുനിക കവിയത്രങ്ങളോ? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. എ ശരിയല്ല. ബി കോലത്ത് നാട്ടിലെ ഉദയവർമ്മ രാജാവിൻ്റെ കൊട്ടാരം കവിയായിരുന്നു. ശരിയാണ്. കൃഷ്ണഗാഥ പ്രധാന കൃതി. അതും ശരിയാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരുടെ സമകാലികനായിരുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മക്കൾ ശരിയായതിന് ടിക്ക് ചെയ്യണം കേട്ടോ. ആൻസർ ഓപ്ഷൻ സി ആണ്. ബിയും സിയും ഡിയും ശരി. ഇംഗ്ലീഷ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് റൈമിംഗ് പെയർ? സ്റ്റേ, വേ, ഫിയർ, നിയർ, ഫേസ്, റൈസ്, ഹാർഡ്, ഫൈൻഡ്. ആൻസർ സി 1, 2, 3 ആർ കറക്റ്റ്. 12 വിച്ച് എമംഗ് ദ ഫോളോയിങ് വേർഡ്സ് ആർ നോട്ട് ആൻ ആക്ഷൻ വേർഡ്? ആക്ഷൻ വേർഡ് അല്ലാത്തത് ഏതൊക്കെയാണ്? ട്രീ, നോ, സ്ലീപ്പ്, ക്ലൗഡ്.
നമ്മോട് ചോദിച്ചിട്ടുള്ളത് നോട്ട് ആൻ ആക്ഷൻ വേർഡാണ്. ആക്ഷൻ വേർഡ് എന്നാൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ക്ലൗഡ്, ട്രീ ഇതൊക്കെ നെയിമിംഗ് വേർഡ്സുകളാണ്. ആൻസർ എ ആണ്. 1ഉം 4ഉം ആർ കറക്റ്റ്. 3 ഐ ഹാവ് എ സെയിൽ ബട്ട് നോ ക്യാപ്റ്റൻ ഓർ ക്രൂ. ഐ ഫ്ലൈ ഇൻ ദ സ്കൈ ആൻഡ് കിഡ്സ് ലവ് മീ ടു. വാട്ട് ഐ ആം. ഇതൊരു പ്രോവർബാണ്. ആൻസർ ഏതാണ്? ക്ലൗഡ് തന്നിട്ടുണ്ട്, കൈറ്റ്, വിൻഡ്, സ്റ്റാർ. കിഡ്സ് ലവ് മീ ടു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? ആൻസർ ബി ആണ്, കൈറ്റ്. 14 വിച്ച് എമംഗ് ദ ഫോളോയിങ് വേർഡ്സ് ആർ സിമിലർ ഇൻ മീനിങ് ടു ദ വേർഡ്സ് റിവീൽ. റിവീൽ എന്നാൽ വെളിപ്പെടുത്തുക അല്ലേ, പുറത്തു കൊണ്ടുവരിക എന്നൊക്കെയാണ് അർത്ഥം. റിവീലിൻ്റെ സിമിലർ വേർഡ്സ് സമാന പദങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? റിവീൽ എന്നാൽ വെളിപ്പെടുത്തുക. ഇവിടെ ഷെയർ, പബ്ലിഷ് 2ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ ഡി. 15 ദ വേർഡ് സ്പീക്ക് മീൻ ടു ഡാഷ്. സ്പീക്ക് എന്നാൽ എത്തി നോക്കുക, ഒളിഞ്ഞു നോക്കുക എന്നർത്ഥം വരും. ലുക്ക് സീരിയസ്ലി, വാക്ക് കെയർഫുള്ളി, ലുക്ക് സീക്രറ്റ്ലി, റൺ ക്വിക്ക്ലി. ആൻസർ സി ആണ്, ലുക്ക് സീക്രറ്റ്ലി. 16 ചൂസ് ദ അപ്രോപ്രിയേറ്റ് വേർഡ് ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്. ഡോണ്ട് വെറി ഇസ് ഹാക്ക്, ഷീ വിൽ ബി ഓക്കെ, ദിൽന സെറ്റ്, ട്രയിങ് ടു ഡാഷ് ഹിം. ആൻസർ ഏതാണ്? കൺസീൽ, കൺസോൾ, കറക്റ്റ്, കൺസിസ്റ്റ്. ആൻസർ ബി ആണ്, കൺസോൾ. 7 ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഔട്ട്. വ്യൂ, അലാഷ്, എക്സലൻറ്റ്, വാവ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ സി ആണ്, എക്സലൻറ്റ്. 18 വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. 1 ബ്ലൂ റിബൺ ഡ്രിഫ്റ്റഡ് ഡൗൺ. 2 ഗ്രീൻ റിബൺ ഫെൽ ലൈക്ക് ഫ്രഷ് ഗ്രാസ്. 3 റെഡ് റിബൺ ഡിഡിൻറ്റ് സ്പിൻ ലൈക്ക് എ മാജിക്കൽ ടോപ്പ്. ആൻസർ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് 2 ആർ കറക്റ്റ്. 19 വിച്ച് ഈസ് ദ റോങ് പെയർ. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? ഗോ, ഗോയിഡ്. ആൻസർ സി ആണ്. 20 ഹു ഒഫേർഡ് ദ ചിക്കൻ ടു ദ സ്റ്റോൺ സൂപ്പ്. ആരാണ് സ്റ്റോൺ സൂപ്പിലേക്ക് ചിക്കൻ കൊണ്ടുവന്നത്? ആ വയസ്സായ കൃഷിക്കാരനാണ് അല്ലേ. ആൻസർ ഇവിടെ ദ ഓൾഡ് ഫാർമർ. നെക്സ്റ്റ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 21 ഒരു റൂളർ അല്ലെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ച് അളക്കുമ്പോൾ 8 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ എന്നത് എങ്ങനെ എഴുതാം? ആൻസർ 84 മില്ലിമീറ്റർ. അതായത് 10 മില്ലിമീറ്റർ 1 സെൻറ്റിമീറ്റർ, 80 മില്ലിമീറ്റർ 8 സെൻറ്റിമീറ്റർ. 2 8 2 7 0 6 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയുന്ന ഏറ്റവും വലുതും ചെറുതുമായ 5 അക്ക സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. ഏറ്റവും വലിയ സംഖ്യ 87,620 മൈനസ് 20,678. 0 വന്നാൽ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ രണ്ടാമതായിട്ടാണ് ഏറ്റവും ചെറിയ സംഖ്യ എഴുതുക, അതിനുശേഷം 0 എഴുതുക, എന്നാലേ ഏറ്റവും ചെറിയ സംഖ്യ കിട്ടുള്ളൂ കേട്ടോ. ആൻസർ 66,942. ആൻസർ ഡി ആണ്. 23 2025 ജനുവരി 1 ബുധനാഴ്ചയാണെങ്കിൽ ആ വർഷം എത്ര ബുധനാഴ്ചകൾ ഉണ്ടാകും? കലണ്ടർ ക്ലോക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ 2 ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്, ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ നൽകാം കേട്ടോ. ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത് അതിവർഷങ്ങളല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ ആഴ്ചകളും 52 ആഴ്ചകളും ഒരു ദിവസവും ഉണ്ടായിരിക്കും. അതിവർഷങ്ങളിൽ 52 ആഴ്ചകളും 2 ദിവസവും ഉണ്ടായിരിക്കും. ആൻസർ എങ്ങനെ കിട്ടും? 52 + 1. 52 ആഴ്ചകളും ജനുവരി 1 ഇതിലൂടെ പ്ലസ് ചെയ്യുക, അങ്ങനെ സമം 53 കിട്ടും. ആൻസർ സി. 24 900 മുട്ടകൾ 15 പെട്ടികളിലായി തുല്യമായി അടുക്കിയാൽ ഒരു പെട്ടിയിൽ എത്ര മുട്ടകൾ ഉണ്ടാകും? 900 ഹരിക്കണം 15. 90ൽ എത്ര 15 ഉണ്ട്? 2 15 30, 4 15 60, 6 15 90. ഒരു 0 ശിഷ്ടമുണ്ട്, അത് 6ലേക്ക് കൂട്ടി എഴുതുക. ആൻസർ 60. 25 ഒരു ചതുരത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്ററും വീതി 5 സെൻറ്റിമീറ്ററുമാണ്. ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? 10 + 10 + 5 + 5. ആൻസർ സി ആണ്, 30 സെൻറ്റിമീറ്റർ. 26
സർക്കസ് കാണാൻ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുകയാണ് സോനു. മുന്നിൽ നിന്ന് 12-മതും പിറകിൽ നിന്ന് എണ്ണുമ്പോൾ 10-മതുമാണ് സോനു. എങ്കിൽ ആ വരിയിൽ എത്ര ആളുകളുണ്ട്? നമുക്ക് തന്നിട്ടുള്ളത് 12-മതും 10-മതുമാണ്. 12 + 10 = 22. 22 - 1 21. ആൻസർ ഓപ്ഷൻ ബി 21. 27. രാവിലെ 10:30 തുടങ്ങിയ ഒരു പരിപാടി 2 മണിക്കൂർ 45 മിനിറ്റ് നീണ്ടു നിന്നു. എങ്കിൽ പരിപാടി അവസാനിപ്പിച്ച സമയം എത്ര? 1:30 + 2:45. ആൻസർ 13:75. 75 ഒരു മണിക്കൂറുണ്ട് അല്ലേ? അപ്പോൾ 14:15 ആയിരിക്കും. 14 മണി എന്നാൽ ഉച്ചക്ക് 2 മണിയാണല്ലേ? ആൻസർ എത്രയാണ്? ഉച്ചക്ക് 2:15. ഓപ്ഷൻ എ. ഇനി 28. റോമൻ സമ്പ്രദായത്തിൽ 25 എന്നത് എങ്ങനെ എഴുതാം? 2xv. ഓപ്ഷൻ സി. 29. അനുവിൻ്റെ കയ്യിൽ 50 രൂപയുടെ 15 നോട്ടുകളുണ്ട്. 1000 രൂപയാകാൻ ഇനി എത്ര രൂപ കൂടി വേണം? 50 രൂപയുടെ 15 നോട്ടുകളാണ്. 15 × 50 = 750 കിട്ടും. ഇനി ഈ 750-നെ 1000 കൊണ്ട് കുറക്കുക. ആൻസർ 250 കിട്ടും. ആൻസർ ഓപ്ഷൻ സി ആണ്. 30. ജ്യാമിതീയ രൂപങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ നൽകുന്നു. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. ശരിയാണ്. ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ വശങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ മതി. അത് തെറ്റാണ്. 3. ഒരു വശത്തിൻ്റെ നീളം 4 cm ആയാൽ സമചതുരത്തിൻ്റെ ചുറ്റളവ് 16 cm ആണ്. അത് ശരിയാണ്. 4. ചതുരത്തിന് 4 മൂലകളാണുള്ളത്. അതും ശരിയാണ്. ഇവിടെ ആൻസർ തെറ്റാ ചോദിച്ചിട്ടുള്ളത് സി ആണ്. രണ്ടാമത്തെ പ്രസ്താവന മാത്രം. നെക്സ്റ്റ് EVS 31. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ഗാന്ധിജിയുടെ ആത്മകഥ രചിച്ചിരിക്കുന്നത് ഹിന്ദി ഭാഷയിലാണ്. ഇത് തെറ്റാണ്. 2. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഗാന്ധിജി തിരിച്ചെത്തിയ ദിവസം അഹിംസാ ദിനമായി ആചരിക്കുന്നു. ഇതും തെറ്റാണ്. 3. ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരമാണ്. ശരിയാണ്. 4. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. അതും ശരിയാണ്. 3ഉം 4ഉം ശരി. ആൻസർ സി ആണ്. 32. തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധയോടെ വായിക്കൂ. അതിലൊന്നാമത്തെ പോയിന്റ്, വിവാഹാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപം. കുടി എന്ന വാദ്യതാളത്തിൻ്റെ അകമ്പടിയോടെ അവതരിപ്പിക്കുന്നു. തുളു ഭാഷയിലും ഈ കലാരൂപത്തിൻ്റെ പാട്ടുകൾ നിലവിലുണ്ട്. ആൻസർ ഓപ്ഷൻ വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മനസ്സിലായില്ലേ? ഏതാണ്? മംഗലം കളി. ഓപ്ഷൻ ഡി. 33. മണൽവാരൽ മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ പെടാത്തതേത്? ജലക്ഷാമം ഉണ്ടാകുന്നു. ബി. കരയിടിച്ചിൽ സംഭവിക്കുന്നു. സി. ജീവജാലങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു. ഡി. ജലസമൃദ്ധി ഉണ്ടാകുന്നു. തന്നിട്ടുള്ള ചോദ്യം പ്രശ്നങ്ങളിൽ പെടാത്തതാ ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഡി ആണ്. മറ്റുള്ളവ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? 1. കേരള ഗാന്ധി ബാബ ആംതെ. അത് തെറ്റാണ്. കേരള ഗാന്ധി കെ കേളപ്പൻ. ആധുനിക ഗാന്ധിയാണ് ബാബ ആംതെ. ലോകമാന്യ ബാലഗംഗാധര തിലക്. അത് ശരിയാണ്. നേതാജി ഭഗത് സിംഗ്. അത് തെറ്റാണ്. രാഷ്ട്രപിതാവ് ഗാന്ധിജി. നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് കേട്ടോ. ഇവിടെ 2ഉം 4ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി. ഭഗത് സിംഗിനെ സഞ്ചരിക്കുന്ന ലൈബ്രറി എന്നറിയപ്പെടുന്നു. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. 35. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏത്? ആൻസർ എ. മംഗളവനം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിൽ, കൊച്ചിയിൽ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. 36. വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവികളെപ്പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകം. ആൻസർ ബി. റെഡ് ഡാറ്റ ബുക്ക്. 37. തിരുവാതിരക്കളിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? എ. സെറ്റും മുണ്ടും ധരിച്ച് സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് കളിക്കുന്നു. അത് ശരിയാണ്. സ്ത്രീകൾ ദശപുഷ്പം തലയിൽ ചൂടി വട്ടത്തിൽ നിന്ന് കളിക്കുന്നു. അതും ശരിയാണ്. സി. ചട്ടയും മുണ്ടും ധരിച്ച സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് കളിക്കുന്നു. അത് തെറ്റാണ്. കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും നിന്ന് കളിക്കുന്നു. അത് ശരിയാണ്.
ഇവിടെ തെറ്റായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളത് ആൻസർ സി ആണ്. 38 ശരിയായ ജോഡികൾ ഏതെല്ലാം? മഹാരാഷ്ട്ര തമാശ ശരിയാണ്. ഹരിയാന ഗർഭ തെറ്റാണ്. തമിഴ്നാട് കഥകളി അത് തെറ്റാണ്. 4 ആന്ധ്രാപ്രദേശ് കുച്ചിപ്പുടി അത് ശരിയാണ്. ആൻസർ സി ആണ്. 4ഉം 1ഉം ശരിയാണ്. 39 ശരിയായ കൂട്ടം കണ്ടെത്തുക. 1 ദേശീയ രക്തസാക്ഷി ദിനം സി ജനുവരി 30. 2 ഭാരതീയ പ്രവാസി ദിനം ജനുവരി 9. ലോക അഹിംസാ ദിനം ഒക്ടോബർ 2. ക്വിറ്റ് ഇന്ത്യ ദിനം ആഗസ്റ്റ് 9. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 സി 2 ഡി 3 എ 4 ബി. 40 ഗംഗാരു എലിയെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ഉൾപ്പെടാത്തവ ഏതെല്ലാം? 1 ജീവിതത്തിൽ ഒരിക്കലും വെള്ളം കുടിക്കാത്ത ജീവിയാണ് അത് ശരിയാണ്. 2 പകൽ സമയത്ത് ഇര തേടുന്നു അത് തെറ്റാണ്. 3 മരുഭൂമിയിൽ ജീവിക്കുന്ന ജീവിയാണ് അതും ശരിയാണ്. 4 മുൻകാലുകളെ അപേക്ഷിച്ച് പിൻകാലുകൾക്ക് നീളം കുറവാണ് തെറ്റായ പ്രസ്താവനയാണ്. ആൻസർ 2ഉം 4ഉം ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് പൊതുവിജ്ഞാനം GK 41 താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ ശരിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ലയാണ് ഇടുക്കി അതും ശരിയാണ്. 3 കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരമാണ് കോട്ടയം അതും ശരിയാണ്. 4 വിസ്തീർണത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട് ഇത് തെറ്റാണ്. ആൻസർ 1, 2, 3 എന്നിവ ശരിയാണ്. ഓപ്ഷൻ ബി. 42 പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ സി ഓർണിത്തോളജി. 45 സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബി ആണ് ഫുട്ബോൾ. 46 കേരള പോലീസിൻ്റെ പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി താഴെ പറയുന്നവയിൽ ഏതിനെ ലക്ഷ്യം വെച്ചുള്ളതാണ്? ആൻസർ ഡി സ്ത്രീകളുടെ സുരക്ഷ. 47 കേരളത്തിലെ ഏക മയിൽ സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ചൂലന്നൂർ പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. 48 ആരുടെ ജന്മദിനത്തിൻ്റെ സ്മരണാർത്ഥമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആൻസർ ബി മൗലാന അബുൽ കലാം ആസാദ്. നവംബർ 12 അത് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. നവംബർ 14 ശിശുദിനം. 49 ജി കോംബ്രിസിലെ ഏത് കളിയാണ് കുട്ടികളെ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ശീലിപ്പിക്കുന്നത്? ആൻസർ എ ഫാലിംഗ് ലെറ്റേഴ്സ്. 50 ബോയിങ് സ്റ്റാർലൈനറിൽ അടുത്തിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ച ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രികയാര്? ആൻസർ സുനിത വില്യംസ്. മക്കളോടൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് ഉയർന്ന ക്ലാസ്സുകളിലും നമ്മുടെ ചാനലിലൂടെ GK ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. 3 മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് GK ക്ലാസ്സുകൾ നൽകുന്നത് കേട്ടോ. ഓക്കെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്.